പറയുന്നത് എന്ന് അതിനുള്ള ഉത്തരവാണ് ഇന്ന് ഞാൻ പറയുന്നത്. സോ ഒരു മനുഷ്യൻ ഒറിജിനൽ ആയിട്ട് കളിക്കുമ്പോൾ അയാളുടെ ഭാഗത്ത് ശരിയുണ്ടാവും തെറ്റും ഉണ്ടാവും. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം അവിടെ ചെയ്യുന്നത് എന്താണ്? ജനങ്ങൾ കാണുന്ന പരിപാടിയാണ്, ജനങ്ങളിലേക്ക് എന്റെ നല്ല ഭാഗം മാത്രമേ കാണാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ അവർ നല്ലതായി അഭിനയിക്കുകയാണ്. അതേസമയത്ത് റിയൽ 100% ജാസ്മിൻ ജാഫർ എന്ന വ്യക്തി ജാസ്മിൻ ജാഫറായി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഒറിജിനലി ഹൂ ഇസ് ഷീ അങ്ങനെ തന്നെയാണ് ജാസ്മിൻ അവിടെ നിൽക്കുന്നത്. സോ 100% റിയൽ ആയിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഹൗസിനകത്തും ഹൗസിന് പുറത്തും ഇമോഷൻസിന്റെയും ഫീലിംഗ്സിന്റെയും ഒരു റോളർ കോസ്റ്റർ തന്നെ പുള്ളിക്കാരത്തി ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഹൗസിനകത്തായാലും ഹൗസിന് പുറത്തായാലും പുള്ളിക്കാരത്തി നിൽക്കുന്നത് സ്ട്രോങ് ആയിട്ടായിരിക്കും, സ്റ്റബേൺ ആയിട്ടായിരിക്കും. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി എന്നല്ല, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ തന്നെ വേറെ എവിടെയും ഇല്ല. ജാസ്മിന് കിട്ടിയിട്ടുള്ള പോലത്തെ പുച്ഛവും ജാസ്മിന് കിട്ടിയിട്ടുള്ള പോലത്തെ സങ്കടവും വിഷമവും ഒക്കെ കിട്ടിയത് ആ ഹൗസിൽ ജാസ്മിൻ ഒഴികെ വേറെ ഏത് കണ്ടസ്റ്റൻസ് ആണെന്നെങ്കിലും അവിടുന്ന് കരഞ്ഞ് കാറി കൂവി ഇറങ്ങി പോകത്തേ ഉള്ളൂ. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് 100% ക്ലിയർ ആണ് ജാസ്മിൻ എന്ന വ്യക്തിയുടെ മെന്റൽ പവർ, അല്ലെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം മെന്റലി സ്ട്രോങ് ആണെന്നുള്ളത്. സോ റിയൽ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ 100% ആ കപ്പ് എടുക്കാനും ആ കപ്പ് കിട്ടാനുമുള്ള യോഗ്യത ജാസ്മിന് മാത്രമാണ്. സോ വോട്ട് ഫോർ ജാസ്മിൻ, ലെറ്റ് ഹർ ടേക്ക് ദ കപ്പ്. അർഹതയുള്ളവർ ജയിക്കട്ടെ. താങ്ക് യു.